back to this new concept of TechFlora. This is Bindu Joseph from Kozhikode. ഒരു വീടിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വാതിൽ വളരെ ചെറുതാണ്. വാതിലിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലോക്ക് വളരെ ചെറുതാണ്. ലോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ താക്കോൽ വളരെ ചെറുതാണ്. അത്രയും വലിയ വീട്ടിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഇത്രയും ചെറിയ താക്കോൽ മതി. എന്ന് വെച്ചാൽ ശരിയായ ഉചിതമായ ചെറിയ തീരുമാനം മതി നമ്മുടെ വലിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. ഒരു ചെടിച്ചട്ടിയെ അതിൻ്റെ മാസ്മരീകമായ ഭംഗിയിലേക്ക് അതിനെ നയിക്കുന്നതിന് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ടെക്നിക്കാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ചെടിച്ചട്ടി കണ്ടോ, ഇത് ഫ്ലെയിം റെഡിൻ്റെ ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിൻ്റെ സൈഡിലേക്ക് ഇതിൻ്റെ വശങ്ങളിലേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് തൂങ്ങി നിൽക്കുന്ന നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള ബ്രാഞ്ചസിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ചെടിച്ചട്ടി ശരിക്കും പറഞ്ഞാൽ ചട്ടിയിൽ ഈ ചെടി ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുണ്ടാവുക ഹാങ്ങിങ് ബോർഡിൽ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഹാങ്ങിങ് ബോർഡിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കേണ്ടത് പോട്ടിംഗ് മിക്സ്ചറാണ്. നമ്മുടെ അർബാനയിൽ വെച്ചിരിക്കുന്നത് മണ്ണ്, മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് കാണുന്നത്. ഇവിടെ നമ്മൾ ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റിൻ്റെ ചെറിയൊരു അഭാവമുണ്ട്, കാരണം നമ്മൾ രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് ഈ വീഡിയോ തന്നെ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. പകൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യുബിൾ ആയതുകൊണ്ട് തന്നെ ഒട്ടും സമയം തന്നെ നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഇത് രാത്രിയിൽ എടുക്കുന്നതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അതൊന്ന് ക്ഷമിക്കുക. ഇതാണ് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങിങ് പോട്ട്. ഇതിൽ നല്ല അതിൻ്റെ ബേസിൽ നല്ല ഹോൾസ് കൊടുത്തിരിക്കണം. ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഈ വിധത്തിൽ ഹോൾസ് നമ്മൾ കൊടുത്തിരിക്കണം. ഇതിലേക്ക് നമ്മൾ പോട്ടി മിക്സർ നിറയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി കണ്ട പോലെ ഒരു 8 ഇഞ്ച് സൈസ് പോട്ടിലെ ചെടിയാണ് നമ്മൾ ഹാങ്ങിങ്ങിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമ്മളത് അതിൻ്റെ ബേസിൽ മാത്രം നമ്മൾ ആ പോട്ടി മിക്സർ നിരത്തിയിട്ടിരിക്കുന്നു. നമ്മളടുത്ത് നമ്മൾ 8 ഇഞ്ച് സൈസ് പോട്ടിലുണ്ടായിരുന്ന ചെടിയെ നമ്മൾ മാറ്റുകയാണ്. അതിനെ ജസ്റ്റ് ടേൺ ചെയ്യുകയാണ്. പുട്ട് നമ്മുടെ പുട്ടുകുറ്റിയിൽ നിന്ന് വരുന്നത് പോലെ വളരെ ഈസി ആയിട്ട് വന്നു. അതിൻ്റെ വേരുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇതിനെ നമ്മൾ നേരെ ആ ചട്ടിയിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമ്മൾ വെക്കുന്ന സമയത്ത് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഈ ഫില്ല് ചെയ്യപ്പെടേണ്ട ഭാഗങ്ങളിൽ വീണ്ടും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ്ചർ വശങ്ങളിലൂടെ ഇട്ട് അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഇപ്പോൾ നമ്മൾ ആ ചെടിയെ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചെയിൻ പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ നമുക്ക് കാണാം. ഇതാണ് നമ്മളുടെ ഈ ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങിങ് പോട്ടിൽ വരുന്ന ചെയിൻ എന്ന് പറയുന്നത്. നല്ല സ്റ്റീലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, പെട്ടെന്ന് തുരുമ്പെടുത്തൊന്നും പോവില്ല, ക്വാളിറ്റി ഉണ്ട്. ഇതേ നമ്മൾ ആ ഹുക്ക് നമ്മൾ ഈ ചട്ടിയിൽ ഘടിപ്പിക്കാൻ പോവുകയാണ്. ചെടിച്ചട്ടിയിൽ ഇതുപോലെ ഒരു 3 ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസിൽ നമ്മൾ ഈ ചെയിൻ പ്ലേസ് ചെയ്യുന്നു. അതിനെ ഈ രീതിയിൽ കുടുക്കിയിട്ടാൽ മതിയാവും. 3 വശങ്ങളിൽ ഇതുപോലെ ചെയിൻ ഇട്ട് അതിനെ നമുക്ക് ഹാങ്ങിങ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഹാങ്ങിങ് പോട്ടിനെ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ വി വിൽ മീറ്റ് അഗൈൻ വിത്ത് എ ന്യൂ കോൺസെപ്റ്റ്. ടിൽ ദെൻ ബൈ ബൈ.